മീൻ പൊള്ളിക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മളൊരു ഗ്രേവി ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അതിൽ മീൻ ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷമാണ് ഇലയിൽ പൊതിഞ്ഞിട്ട് പൊള്ളിക്കുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ മീൻ നല്ല ടേസ്റ്റും ഉണ്ടാവും, നല്ല സോഫ്റ്റും ആയിരിക്കും. മീൻ ആദ്യം ക്ലീൻ ചെയ്തിട്ട് കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ കളഞ്ഞ് വെക്കുക. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, പിന്നെ 1 ടീസ്പൂൺ നാരങ്ങാനീര്, ഇതെല്ലാം കൂടി ചേർത്ത് മീനിലേക്ക് പുരട്ടി വയ്ക്കുക. ഇനി ഇതിലേക്ക് വേണ്ടത് 1 കപ്പ് കട്ടിയുള്ള നാളികേരപ്പാലാണ്. 10 ചുവന്നുള്ളി നന്നായി ചെറുതാക്കി അരിഞ്ഞത്, വെളുത്തുള്ളി നന്നായി പൊടിയായി അരിഞ്ഞിട്ട് 1 ടേബിൾ സ്പൂൺ, ഇഞ്ചി ചെറുതായി അരിഞ്ഞത് 1 ടീസ്പൂൺ, 8 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത്, 1 പിടി വേപ്പില എന്നിവയാണ്. 4 കഷ്ണം കുടപ്പുളി എടുത്ത് 3/4 കപ്പ് വെള്ളത്തിൽ തിളപ്പിച്ച് അത് മാറ്റി വയ്ക്കുക. മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ ഒരു ചട്ടിയിലേക്ക് ഇടുക. അരിഞ്ഞു വെച്ചിരിക്കുന്ന സാധനങ്ങൾ ഇതിലേക്ക് അതിൻ്റെ മുകളിലേക്ക് ഇട്ടിട്ട് പിന്നെ നാളികേരപ്പാലും പുളിവെള്ളവും ഇതിലേക്ക് ഒഴിച്ച് നന്നായി വറ്റിച്ചെടുക്കുക. ഇത് നന്നായി വറ്റിച്ചെടുക്കുക. വെള്ളമെല്ലാം വറ്റി ഗ്രേവി മീനിൽ പറ്റിയ ശേഷം അടുപ്പ് ഓഫാക്കുക. ഓരോ മീനിനും ഓരോ വാഴയില വീതം വാട്ടിയെടുത്ത് അതിൽ നന്നായി പൊതിഞ്ഞ് കെട്ടുക. ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അത് ചൂടായി വരുമ്പോൾ അതിൽ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ പൊതിഞ്ഞ് കെട്ടിയിരിക്കുന്ന മീൻ അതിലേക്ക് ഇടുക. സ്റ്റൗ സിമ്മിലാക്കിയിട്ട് വേണം പിന്നീട് മൊരിയിച്ചെടുക്കാൻ. ഒരു അടപ്പെടുത്ത് മൂടി വെച്ച് 2 ഭാഗവും മറച്ചിട്ട് നന്നായി വേവിച്ചെടുക്കുക. ഇലയുടെ അടിഭാഗം കറുത്ത് വരുമ്പോഴാണ് നാം മറിച്ചിടേണ്ടത്. നല്ല ടേസ്റ്റോട് കൂടിയ മീൻ പൊള്ളിച്ചത് റെഡിയായി.